ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ഹെയർ കെയർ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ നമുക്ക് നമ്മുടെ മുടി സംരക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഹായ്, അപ്പോൾ ഇതേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു ഹെയറിൻ്റെ ഓളിയവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും മുടിയുടെ സംരക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് 3 മാസം കൂടുമ്പോൾ നമ്മൾ മുടിയുടെ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ട്രിം ചെയ്തിട്ട് 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ പാക്ക് യൂസ് ചെയ്യുമ്പോഴോ മുടിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊരു സംഭവം നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ഒരു ഓയിൽ മസാജൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ മുടിയുടെ തെറ്റൊക്കെ കളഞ്ഞു വയ്ക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. തെറ്റും ജടയൊക്കെ കളഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഹെയറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടിപ്പ് എന്താണെന്ന് കാണാം. അതിനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് ഞാൻ 5 പേരയുടെ ഇല എടുത്തിട്ടുണ്ട്. അടുത്ത് 3 തണ്ട് കറിവേപ്പില, ഒരു സവാള, പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന തേയിലപ്പൊടി കേട്ടോ. തേയിലപ്പൊടിയുടെ കൂടെ ഉള്ളത് നമ്മുടെ ഉലുവ കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ഒരു 1.25 ഗ്ലാസ് വെള്ളം കേട്ടോ. കപ്പാണ്, ഒരു കുഞ്ഞു കപ്പ്. ആ വെള്ളത്തിലോട്ട് നമ്മുടെ തേയിലപ്പൊടിയുടെ കൂടെ ഉലുവ കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പേരയില, അത് ഞാനിങ്ങനെ പിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ 3 തണ്ട് കറിവേപ്പില. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ സവാള. എത്രയും നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് എന്തായാലും നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇതിലുള്ള സത്തൊക്കെ അതിലോട്ട് ഇറങ്ങി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ 1.25 ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ്, ഒരു 3/4 ഗ്ലാസ്സൊക്കെ ആവണ കണക്ക് പോലെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ പേരയിലയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേരയില നമ്മുടെ മുടിക്ക് അരച്ച് തേക്കുന്നത് നല്ലതാണ് കേട്ടോ, മുടി വളർച്ചയ്ക്ക്. പിന്നെ നമ്മൾ അരച്ചൊക്കെ തേക്കുമ്പോൾ നമ്മൾ വാഷ് ചെയ്തെടുക്കാൻ ഒത്തിരി സമയമാവും. പിന്നെ അതിൻ്റെ ചെറിയ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ പറ്റിയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൂടുതൽ നമുക്ക് മുടിയിൽ പറ്റിപ്പിടിക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ പേരയില നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കൊടുക്കും കേട്ടോ. അപ്പോൾ സവാളയുടെ സത്ത് നമ്മൾ പറയേണ്ട കാര്യമില്ല. മുടി വളർച്ചയ്ക്കും തലയ്ക്ക് നല്ല തണുപ്പൊക്കെ കിട്ടും കേട്ടോ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 തവണ ഇത് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഞാൻ കണ്ടില്ല, ഞാനത് ഒരരിപ്പ ഉപയോഗിച്ച് അരിച്ചു മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. ഈ ചൂടോടുകൂടി ഒന്നും ആരും എടുത്ത് ഹെയറിലങ്ങ് ഒഴിച്ച് കളയരുത്. തണുക്കാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. ചൂടോടെ ഒന്നും ഒരിക്കലും തലയോട്ടിയിലൊന്നും തേച്ച് കൊടുക്കരുത്. അപ്പോൾ ഇതേ ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഹെയറിൽ നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുന്നതിന് മുൻപും നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ അല്പം നമ്മുടെ കയ്യിലെടുത്തിട്ട് നല്ലതുപോലെ മുടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടി ഡ്രൈ ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു തിളപ്പിച്ച് വെച്ചേക്കണ നമ്മുടെ ഈ സംഭവം തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ചെറിയ ടിപ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. തലയ്ക്ക് നല്ലതുപോലെ എല്ലായിടവും പറ്റുന്ന കണക്കിന് തേച്ച് കൊടുക്കാം. ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഇത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വാഷ് ഔട്ട് ചെയ്തെടുത്തതിന് ശേഷമുള്ള എൻ്റെ ഹെയറാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ മുടിക്കൊരു തിളക്കമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പോൾ ഇതുപോലുള്ള നല്ല ടിപ്സും കിടക്കാച്ചി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു കേട്ടോ. ഹെയർ കെയർ ടിപ്സൊക്കെ ഒന്ന് ചെയ്യാവോ എന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ, ലവ് യു ഓൾ.